ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലാം ഗോഡസ് ഹിന്ദുജ. ഇന്ന് നമ്മൾ ഒരു പാർട്ടി വ്ളോഗാണ് കാണുന്നത്. ഒരു റിസപ്ഷൻ പാർട്ടിക്ക് നിങ്ങളുടെ ഗോഡസ് പോയതാണ്. ആദ്യം ചേച്ചിയുടെ ചായയും പിന്നെ അപ്പുറത്ത് നമ്മുടെ ഏറ്റവും വിശിഷ്ടമായ, എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം, എനിക്ക് വാഴക്കയപ്പമാണ് ഏറ്റവും ചങ്കായിട്ടുള്ളൊരു കടി. അതും പിന്നെ ബജ്ജിയെ ഞാൻ വെറുതെ വിട്ടില്ല, ഒരു പിടിക്ക് പോകുന്നില്ലേ, അതും എടുത്തു. ബാക്കി വിശേഷങ്ങൾ കാണാം. പിന്നെ നിങ്ങളുടെ ഗോഡസിന് വേറൊരു സവിശേഷതയുണ്ട്. അടുത്തെങ്ങാനും അത് എൻ്റെ ഫാമിലി ആവട്ടെ വേറെ ആൾക്കാർ എന്തെങ്കിലും എടുത്തു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നല്ല ഗുണം ഉണ്ടോയെന്ന് പറഞ്ഞിട്ടോ, തീറ്റയും കൊണ്ട് ഓടുന്നതല്ലാതെ അവരെ ഞാൻ വിളമ്പി അവരെ ഊട്ടി എന്തോന്നാണ് അവരെ സന്തോഷവാനാക്കിയിട്ട് ഞാൻ എൻ്റെ പലഹാരം എടുക്കും. പക്ഷെ നേരത്തെ പലഹാരം എടുത്ത് വയ്ക്കും, അത് വേറെ കാര്യം. അല്ലെങ്കിൽ എൻ്റെ ഇത് തീർന്നു പോയി കഴിഞ്ഞാൽ എനിക്ക് തിന്നാൻ കിട്ടില്ലല്ലോ. അപ്പം ജനസേവനങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ തിന്നാമെന്ന് വിചാരിച്ചു. ഞം ഞം ഞം. ബജ്ജിയും വാഴക്കപ്പിടുന്ന എൻ്റെ കണ്ണ് വാഴക്കപ്പിൽ തന്നെ ഫസ്റ്റ് പോകൂ. ബജ്ജിയും തിന്നു, രണ്ടും കുഴപ്പമില്ലായിരുന്നു. ഒരു ചായയും കോഫി തരത്തില്ലല്ലോ, ഒരുമാതിരി ആവറേജ് കല്യാണങ്ങൾക്കൊക്കെ പോയാൽ കോഫി ഇവിടെ വയ്ക്കത്തില്ല, കോസ്റ്റ്ലി അല്ലേ ഇത്, ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഹായ് ഹലോ, കല്യാണ പാർട്ടി ബ്ലോക്കിലേക്ക് സ്വാഗതം. ഞാൻ ഒരു ചായ കുടിക്കുക. ഞാൻ അങ്ങനെ ഒരു വാഴയ്ക്കൊപ്പം സ്റ്റാർട്ടേഴ്സ് തിന്നാന്ന് വിചാരിച്ചു. സെറ്റപ്പ് വിടുമല്ലേ എൻ്റെ എൻട്രൻസ് ആ കല്യാണ പാർട്ടി ബ്ലോഗിൻ്റെ TG ഓഡിറ്റോറിയം കേട്ടോ. ഒരു ബജ്ജിയും കൂടെ തിന്നേക്കാങ്ങ്, എന്തായാലും എടുത്തതല്ലേ. പിന്നെ ഇവിടെ ഇതെന്താ ഈ മരണ വീട് പോലെ പാട്ടും കൂത്തും ഇല്ലാത്തത് നിങ്ങൾ വിചാരിക്കും. ഉണ്ട്, കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം ഞാനത് എക്സ്ട്രാക്ട് ചെയ്ത് കളഞ്ഞത്. ആ വെഡ്ഡിങ്ങിൻ്റെ ആ ഗേറ്റ് വേയുടെ അവിടെ പെണ്ണും ചെക്കൻ്റെയും പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അകത്തോട്ട് പോകാം. തീറ്റ വ്ളോഗേ ഞാൻ കൂടുതലും കാണിക്കും. സോ ദാറ്റ്സ് എ തിങ്. സ്റ്റേജൊക്കെ ഞാൻ കാണിക്കാം, പക്ഷെ തീറ്റ ഫുഡ് വ്ളോഗ് മാത്രമാണ് ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി കാണുന്നതാണ് സ്റ്റേജ്. ഇതത്ര സാമ്പത്തികമുള്ളൊരു കല്യാണമല്ല കേട്ടോ. കൊച്ചാക്കാൻ പറഞ്ഞല്ല, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. പൊറോട്ട, ചിക്കൻ ബിരിയാണി, പിന്നെ എന്തോന്നാണ് സാലഡ്, അങ്ങനെയൊക്കെ. വെജ് വേണമെന്നുള്ളവർക്ക് വെജ് കറി എവിടെയുണ്ട്. സോ ഫുഡ് ഞാനിവിടെ ഇച്ചിരി മിസ് ചെയ്തു. വൈഡ് വെറൈറ്റി ഇല്ല. അന്നത്തേതൊരു പോഷ് പാർട്ടി ആയിരുന്നു. ഞാൻ കാണിച്ചില്ലേ, കാണാത്തവരെ വ്ളോഗ് പോയി കാണുക. ഞാൻ ഫിറ്റ്നസ് ഫ്രീക്ക് ആയതുകൊണ്ട് പൊറോട്ട എടുത്തില്ല. ചിക്കൻ ബിരിയാണിയുടെ ഗ്രേവി കൈയൊക്കെ കഴിയുന്ന ബാക്കിലായിട്ടായിരുന്നു ലോമാർ ഐസ്ക്രീം സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ആരും കണ്ടില്ലെങ്കിൽ ഐസ്ക്രീം പൂട്ടാനായിരിക്കും അവരുടെ പ്ലാൻ. പക്ഷെ ഞാൻ കണ്ടു, ഞാൻ അവിടെ പോയി എടുത്തു. ബട്ടർ സ്കോച്ച് ആയിരുന്നു, ഒരു സ്കൂപ്പ് അതിൻ്റെ ഇത്. ഞം 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 തിന്നുന്ന രംഗം അടുത്തയിലേക്ക് വരും. ആ അനിയൻ പയ്യൻസാണ് നമുക്ക് എടുത്തു തന്നത്. ഞാനിതൊക്കെ ശ്രദ്ധിക്കും. നമുക്ക് കണ്ടൻറ്റും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ലേ. ചിലവരറിയാതെ പോയി പാവങ്ങൾ. പിന്നെ ഓരോരുത്തരുടെ ആസ്തി അനുസരിച്ചല്ലേ അവർ റിസപ്ഷനിൽ തീറ്റയും ചിലവുകളും ചെയ്യും. എന്തായാലും നമുക്ക് ഐസ്ക്രീം തട്ടാം. ഞാൻ എൻജോയ് ചെയ്ത ഐസ്ക്രീം തീറ്റ നിങ്ങൾക്കും എടുക്കാം, എൻ്റെ സ്നേഹിതന്മാർക്ക് ഇതിലെടുക്കാം. കിട്ടിയ അവസരത്തിലൊരു ചേട്ടൻ എത്തി വലിഞ്ഞ് എൻ്റെ വീഡിയോയ്ക്കകത്ത് കയറാൻ ശ്രമിച്ചു. ഫ്രെയിമിൽ വൈറലാവാനായിരിക്കും. നടക്കട്ടെ ചേട്ടാ. പിന്നെ ഞാൻ കുറച്ച് പൈനാപ്പിൾ, വാട്ടർ മെലോൺ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ ഹെൽത്തി ആയിട്ടുള്ള, ആ സാധനം ഇച്ചിരി ഞം 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 തിന്നാമെന്ന് വിചാരിച്ചു. പൊതുവെ എനിക്ക് ആ ശീലം കുറവാണ്, എന്നാലും എടുത്ത് തിന്നാന്ന് വിചാരിച്ച്. അങ്ങനെ എൻ്റെ TG ഓഡിറ്റോറിയം വ്ളോഗ്, തീറ്റ വ്ളോഗ്, റിസപ്ഷൻ വ്ളോഗിൻ്റെ തീരുവാണ്. എനിക്കറിയാം കുറേ ദിവസമായിട്ട് ഞാൻ ഈ തീറ്റ വ്ളോഗാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഉള്ള കണ്ടൻറ്റിൽ ഇടാൻ പറ്റൂ. വേറെ ഞാൻ അടുത്ത നല്ല നല്ല വ്ളോഗ്സ് വേറെ വരും. അപ്പം വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു. സബ്സ്ക്രൈബ്, ഷെയർ, പ്രസ് ദ ബെൽ ബട്ടൺ. ഓക്കെ, വീണ്ടും ഞാനൊരു ചായ എടുത്തു. അടുത്ത വ്ളോഗ് പോയി കാണാം. ശുഭരാത്രി. ബൈ, ലവ് യു.